കളരി ചികിത്സയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് നല്ലൊരു മർമ്മ ചികിത്സയാണ്. അത് നാഡികളെ ബലപ്പെടുത്തുന്നുണ്ട്. അതുപോലെ അത് വ്യായാമ ചികിത്സയാണ്. ദശവായുക്കളെ, പഞ്ചേന്ദ്രിയങ്ങളെ ഒക്കെ ഉണർത്തുന്നുണ്ട്. അതുപോലെ ധ്യാനം ഉൾപ്പെടെയുള്ള യോഗ ചികിത്സ, അങ്ങനെ ഒരുപാട് സവിശേഷതകൾ ഉള്ളതാണ് കളരി ചികിത്സ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് നാഡികളെ ഉത്തേജിപ്പിക്കൽ. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ 72,000 നാഡികൾ എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ തമിഴ് സിദ്ധന്മാർ കണ്ടെത്തിയിട്ടുള്ളത് 96 നാഡികളാണ്. അതിൽ തന്നെ ഇന്ന് ആയുർവേദം ഒരു 10 നാഡികളെ അതിൻ്റെ കൃത്യമായിട്ടുള്ള സഞ്ചാരത്തെ കാണിക്കുമ്പോൾ, തമിഴ് ശാസ്ത്രം പറയുന്നത് 12 നാഡികളെക്കുറിച്ചാണ്. തമിഴ്നാട്ടിലെ പല ഗുരുനാഥന്മാരിൽ നിന്നും നമ്മുടെ കേരളത്തിലും ഒക്കെയുള്ള മറ്റു ഗുരുനാഥന്മാരിൽ നിന്നൊക്കെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞുള്ളൂ ഏതാണ്ട് ഒരു 20ഓളം നാഡികളെക്കുറിച്ചാണ്. ആ നാഡികളിൽ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3 നാഡികളാണ് ഇട, പിംഗള, സുഷുമ്ന നാഡികൾ. ഈ 3 നാഡികൾ അത് നമുക്ക് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നോക്കിക്കൊണ്ട് തന്നെ ആ നാഡികൾ എത്രത്തോളം ബലമുണ്ട് അല്ലെങ്കിൽ അത്ര ക്ഷീണിച്ചിരിക്കുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ 2 ഭാഗങ്ങളിലായിട്ട് ഇട, പിംഗള നാഡികളും ഇതിനുള്ളിലിട്ട് സുഷുമ്ന നാഡി. ഇത് നോക്കിയാൽ തന്നെ നമുക്ക് ആ വ്യക്തിയുടെ ആരോഗ്യസ്ഥിതി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് പ്രധാനമായിട്ടുള്ള ഈ 2 നാഡി, ഈ നാഡികളെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ ബ്ലോക്കുകളെ മാറ്റുന്ന തരത്തിലുള്ള ചികിത്സാ രീതിക്കാണ് കളരി ചികിത്സയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 നാഡികളെ, അതിനോടനുബന്ധിച്ചുള്ള ഡിസ്ക് തെറ്റൽ അല്ലെങ്കിൽ അതുപോലെയുള്ള അത്തരം കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ആ കളരി ഉഴിച്ചിലിൻ്റെ ഭാഗമായിട്ട് കറക്ഷൻ ചെയ്തു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സവിശേഷത. നാഡികളുടെ ബലക്ഷയം മൂലം നമുക്ക് നിരവധിയായിട്ടുള്ള അസുഖങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുക. ഏറ്റവും സ്ഥിരമായിട്ടുള്ള ജലദോഷം മുതൽ ആസ്തമ, സൈനസൈറ്റിസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ മുതൽ വാദം, വെരിക്കോസ് വെയിൻ, സ്ട്രോക്ക് വരെയുള്ള ഭൂരിഭാഗം അസുഖങ്ങളുടെയും പ്രധാന കാരണം നാഡികളുടെ തളർച്ചയാണ്. നാഡികളെ പൂർണ്ണമായിട്ടും ബലപ്പെടുത്തി ശരീരത്തെ പുഷ്ടിയുള്ളതാക്കി മാറ്റുക, പൂർണ്ണമായിട്ടും ആരോഗ്യമുള്ളതാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് കളരി ചികിത്സയുടെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അതുതന്നെയാണ് കളരി ചികിത്സയിൽ നടക്കുന്നത്.